ഇവനാണ് മുതൽ. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരമുണ്ട്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്നറിയാമോ? കാണിച്ചു തരാം, വാ. എന്താണെന്നറിയാമോ? പോത്തിൻ്റെ പോട്ടി. ഇതിനുള്ള പരിപാടിയിലായിരുന്നു. രാവിലെ ഏറ്റതാണ്, 3:30 ഏറ്റാണ്. 3:30 പോയി അത് കഴുകിപ്പറക്കി നന്നാക്കി ചൂടുവെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്ത്. ചില ആൾക്കാർ കുമ്മായത്തിലിട്ട് ക്ലീൻ ചെയ്യും. നമ്മൾ കുമ്മായത്തിലിട്ട് ക്ലീൻ ചെയ്യാറില്ല. നല്ല ചൂടുവെള്ളം തിളപ്പിച്ച് അത് വടിച്ചെടുത്താൽ കേട്ടോ. കാണിച്ചു തരാം, വിശദമായിട്ട് കാണിച്ചു തരാവേ. ഇവനാണ് മുതൽ. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. ജസ്റ്റ് കഴിച്ചിട്ടുള്ള ആൾക്കാർ ഇതിൻ്റെ അഭിപ്രായം പറയണം കേട്ടോ. ഇതാണ് നമ്മളുണ്ടാക്കിയ പൂട്ടിക്കറി. അത് ഞാൻ അടുക്കളയിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചാണ്. നമ്മുടെ അടുക്കള അത്യാവശ്യം മെനകേടുള്ള അടുക്കളയാണ്. അപ്പോൾ ഒന്ന് കാണിച്ചു തരാം എന്ന് ഓർത്തുകൊണ്ടേ ഞാൻ വന്ന. ഇതായിട്ട് പൂട്ടിക്കറി വേണ്ട. അത്യാവശ്യം കുരുമുളകും കാശ്മീരി ചില്ലി പൗഡറും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ചേർന്നതാണ്. കുരുമുളകില്ലെങ്കിൽ പൂട്ടിക്കറിക്ക് ഒരു രുചിയും കാണില്ല. അപ്പം നിങ്ങളെ കാണിച്ച് തരാൻ ഞാൻ ഉദ്ദേശിച്ചത് കാണിച്ചു തരാം. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ട് പറ. ഇതാണ് പോട്ടി ഞാൻ എടുക്കുന്നു. നിങ്ങൾ കണ്ടോട്ട പ്ലേറ്റിലേക്ക് അത്യാവശ്യം കുത്തി നിറച്ച് ആ പ്ലേറ്റിലേക്ക് പിടിക്കാൻ പരുവത്തിനാണ് ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ കൈയും ഞാൻ അത്യാവശ്യം പോട്ടിലേക്ക് ബ്ലാമ്പിക്കുന്നുണ്ട്. ഇതുണ്ട്, അത്യാവശ്യം കയ്യിലേക്ക് ബ്ലാമ്പിക്കുക എന്ന് പറയുമ്പോഴേക്ക് ശരിക്കും അത് കയ്യാൻ പറ്റുന്ന രീതിയിലേക്കായിട്ട് കാണിക്കുന്നുണ്ട്. കയ്യിലേക്ക് അത്യാവശ്യം പറ്റി, നിങ്ങൾ കണ്ടോണം. അത് ഞാൻ ആരെയും തരം താഴ്ത്തി പറയാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ വേണ്ടിയിട്ടിട്ട വീഡിയോ അല്ല. നമുക്കെല്ലാം ഒരു അവയർനെസ് പോലെ കരുതേണ്ട വീഡിയോ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. ഇത് കണ്ടോ, ഇപ്പോൾ എൻ്റെ കയ്യിൽ അത്യാവശ്യം പോട്ടി പറ്റിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. പോട്ടി അത്യാവശ്യം പറ്റിയിട്ടുണ്ട്. ഞാൻ പോട്ടി കഴിക്കുക കേട്ടോ. ഈ പ്ലേറ്റ് നിങ്ങൾ കണ്ടല്ലോ, പ്ലേറ്റ് കണ്ടില്ലേ? നിങ്ങൾ സത്യാവസ്ഥ കാണിച്ചു തരാം. നമ്മളെല്ലാവരും പോട്ടിക്കറിയൊക്കെ കഴിക്കണം. അതിന് ശേഷമുള്ള വീഡിയോ നിങ്ങൾ കണ്ടു നോക്കട്ടോ. ഞാൻ പോട്ടിക്കറി കഴിക്കാം. ഇത് ഫുള്ളായിട്ട് ഞാൻ കഴിക്കുന്നു തോന്നല്ല. ഇപ്പം ഞാൻ ചോറുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഫുള്ളായിട്ട് കഴിക്കണില്ലാന്ന് പറഞ്ഞു കേട്ടോ. നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം കഴിച്ചാൽ, ഞാൻ ഇപ്പോൾ ചോറുണ്ടതിന് ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ എനിക്ക് എടുക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ശ്രമിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എത്രമാത്രം അക്സെപ്റ്റ് ചെയ്യും, നിങ്ങൾ ഏത് രീതിക്ക് എടുക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. എൻ്റെ അനുഭവം മാത്രമാണ് ഞാൻ നിങ്ങളെത്തിക്കുന്നത്. അതിൻ്റെ ഉത്തമ കാരണം ഞാൻ പറയാം. നമ്മൾ വീട്ടിൽ മാക്സിമം പോട്ടി മേടിച്ച് കഴിയാത്തവരൊക്കെ എനിക്ക് പറയാൻ പറ്റില്ല. കഴിയുന്നവർ വീട്ടിൽ മേടിച്ച് ചൂടുവെള്ളത്തിൽ പോട്ടി ഉണ്ടാക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു മുഖ്യ കാരണം ഇത് തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് കാണിച്ചു തരാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കഴിച്ച് തീർക്കാം. പൊട്ടിക്കറി കുഴപ്പമില്ല, സൂപ്പർ പൊട്ടിക്കറിയാണ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഈ പൊട്ടിക്കറി ഉണ്ടാക്കുമ്പോഴല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയും ഓവറാവരുത്, അത്യാവശ്യം മാത്രം. കരിയാപ്പിലയും കടുകും. വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ. പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒന്നും ഇതിന് പറ്റുന്ന സംഭവമല്ല. വെളിച്ചെണ്ണ വേണം, വെളിച്ചെണ്ണ മാത്രം വേണം. കേട്ടോ, നല്ല ഫസ്റ്റായിട്ട് വെന്തു. ചിലപ്പോൾ കടയിൽ പോകുമ്പോഴത്തേക്ക് ചില ആൾക്കാർ പോട്ടി കഴിച്ചവർ പറഞ്ഞിട്ടുണ്ട്, പോട്ടി എന്തിനു കൊള്ളാം, പോട്ടി റബ്ബർ പന്ത് പോലെ ഇരിക്കും, നല്ല റബ്ബർ പോലെ ഇരിക്കും, കടിച്ചാൽ മുറിയില്ല എന്നൊക്കെ പറയും. പക്ഷേ പോട്ടി ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ സൂപ്പറാണ്. പിന്നെ സംസാരങ്ങൾക്ക് ഇച്ചിരി സ്പീഡുണ്ട്. എല്ലാവരും ഒരുപോലെ ആവുമല്ലോ, ശൈലിക്ക് വ്യത്യാസം വരില്ലേ. ഞാനിങ്ങനെയാണ് പോയത്, എൻ്റെ തെറ്റല്ല. ആയി പറയാണ്ടിരിക്കാൻ പറ്റില്ല, കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞതാണ്. എന്നാലും ഞാൻ പറയാം. നമ്മളൊക്കെ പോട്ടിക്കറിയോ കഴിക്കണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ മേടിച്ചുകൊണ്ട് ഉണ്ടാക്കണം.
ഇല്ലെങ്കിൽ ഒരിക്കലും ടേസ്റ്റ് കിട്ടില്ല മക്കളെ. അതിൻ്റെ രുചിയും അതുപോലെ തന്നെ തനതായ രുചി കിട്ടുന്ന വീട്ടിൽ കൊണ്ടുണ്ടാക്കണം. എടാ എടാ ഞാൻ കഴിച്ചതായിരുന്നു. ഈ ഒരു കാര്യം നിങ്ങളെങ്കിൽ കാണിക്കാൻ നോക്കുന്നു, വീണ്ടും കഴിക്കണം. വീട്ടിൽ കൊണ്ടുവന്നുണ്ടാക്കി എന്തോരം കഴിച്ചാലും മതിയാവില്ല. നീ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. ഇനി പറയാനുള്ള കാര്യങ്ങളെ ഇത് കഴിച്ച് തീർന്ന് ഈ പ്ലേറ്റ് കഴിക്കുന്നതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പറയാനുണ്ട്. ഇത് നിങ്ങൾക്ക് വെറുപ്പായിട്ട് തോന്നുമെങ്കിൽ കട്ട് ചെയ്ത് പോരുന്നിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് വേണം. 5 മിനിറ്റ് വേണ്ട, ഇത് കഴിച്ചിട്ട് പാത്രം കഴുകുന്ന സമയം വരെ നിങ്ങൾ എന്നാൽ മതി. അപ്പം കഴിച്ച് തീർന്നു. ബാക്കിയുള്ള ഭാഗങ്ങൾ കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നമുക്കിനി ബാക്കി ഒരു സ്ഥലം വരെ പോകാം. അത്യാവശ്യം എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ പൂട്ടിക്കറി കഴിച്ച പാത്രം കേട്ടോ. ഇതെൻ്റെ കൈ, നിങ്ങൾ നോക്കണം. ഞാൻ കൈ കഴുകാൻ പോവാം കേട്ടോ. ഇത് എൻ്റെ കൈ കഴുകിയത്. ഇത് പൂട്ടി കഴുകിയ പാത്രം. ഞങ്ങളുടെ അടുപ്പത്തറയൊന്നും നോക്കണ്ട, ടൈലൊന്നും ഇട്ടിട്ടില്ല. എത്രമാത്രം വലിയ സെറ്റപ്പുള്ള ടീമുകളൊന്നുമല്ല നമ്മൾ. ഉള്ളതുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരാമെന്ന് ഓർത്തു. അല്ലെങ്കിൽ കരക്കാരുടെ വീട്ടിൽ പോകണ്ടേ വീഡിയോ എടുക്കണൊക്കെ, അപ്പോൾ അത് വേണ്ട എന്ന് വെച്ചു. ഞാൻ ഇങ്ങോട്ട് ഒഴിച്ചു. കണ്ടോ, ഇതാട്ടോ ഇപ്പം ഞാൻ പൂട്ടിക്കറി കഴിച്ച പാത്രം. ഞാൻ കഴിച്ചിട്ട് നിൽക്കണമായിരുന്നു, കഴിച്ചിട്ട് നിന്നപ്പോഴാണ് നിങ്ങളിത് കാണിച്ചു തരാമെന്ന് ഓർത്ത് കേട്ടോ. ഇത് പാത്രം ഒന്നും മാറിയിട്ടില്ല, എല്ലാം കാണിച്ചത് എൻ്റെ കൈ കേട്ടോ. അത്യാവശ്യം ഭക്ഷണം കഴിച്ചതിന് ശേഷം ഗ്യാസ് വരും. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്താ പറയുക കൂട്ടുകാരെ, കൊണ്ടുവന്ന് എടുത്തിട്ട് പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാലേ, നമ്മൾ ഈ പോട്ടിയൊക്കെ മേടിക്കുമ്പോഴത്തേക്കും ആ ഒരു വെട്ടിക്കൂട്ടെല്ലാം അങ്ങോട്ട് വെട്ടി എറിഞ്ഞിടും. വെട്ടി എറിഞ്ഞിടുമ്പോഴത്തേക്കും ഇതെല്ലാം ഉള്ളിൽ ചെന്ന് നമ്മളിലേക്കാണ്. നിങ്ങൾ കഴിക്കേണ്ടെന്നല്ല പറഞ്ഞത്, താല്പര്യമുള്ളവർ മേടിച്ച് കഴിക്കുക. അപ്പം നമ്മൾ മാക്സിമം വീട്ടിലൊക്കെ മേടിച്ച് ഉണ്ടാക്കാൻ സാഹചര്യമുള്ളവർ കഴിയുന്നതും വീട്ടിൽ മേടിച്ച് ഈ പോട്ടിയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നെയ്യും കാര്യങ്ങളെല്ലാം കഴുകും. പിന്നെ പോരാത്തതിന് നമ്മളത്രയും പെർഫെക്റ്റായിട്ട് ക്ലീനോട് കൂടി തന്നെ ഉണ്ടാക്കത്തുള്ളൂ. ഇതിപ്പോൾ ചിലപ്പോൾ ആൾക്കാർ കാണുമ്പോഴത്തേക്ക് വിമർശിക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ അനുഭവമാണ്. ഞാൻ വർഷങ്ങൾ മുമ്പെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ കാരണന്മാർക്കൊക്കെ പൂട്ടിക്കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഷാപ്പിൽ കറി കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ടോ അല്ലെ ആളെ തരം താഴ്ത്താനും വേണ്ടിയിട്ട് പറയുന്നതല്ല. ഇവിടെ ഒരുപാട് പൂട്ടിക്കച്ചവടം നടത്തുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമ്മുടെ അറിവ് വെച്ച് പറയണതാണ്. ഞാൻ കഴിയുന്നത് കിട്ടുമെങ്കിൽ ഞങ്ങൾ മേടിച്ച് വീട്ടിലുണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ നമ്മുടെ സമയമില്ലായ്മ അതൊക്കെ കൊണ്ടൊക്കെ തന്നെ ഞാനും മേടിക്കാറുണ്ട്, മേടിച്ച് കഴിക്കാറുമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിത് കണ്ടു കാണുമല്ലോ വീഡിയോ, എത്രമാത്രം അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ എന്നോട് പറയാൻ മടിക്കരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസായിട്ട് ഇടാറുണ്ട്, നിങ്ങളിത് കാണാറുമുണ്ട്. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യും എന്നാണ് പ്രിയം പ്രതി. സോറി, വീണ്ടും കൊണ്ട് ഞാനിങ്ങനെ എനിക്ക് വർത്തമാനം പറയുമ്പോൾ ഇച്ചിരി പിടപ്പ് കൂടുന്നുണ്ട്. അപ്പോൾ എൻ്റെ നാവും അതുപോലെ ആയിപ്പോവും, നിങ്ങൾ ക്ഷമിക്കുക. ഇനിയുള്ള വീഡിയോസിലും നിങ്ങളുടെ സപ്പോർട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബൈ.